ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഫൈൻഡിങ് കാം വിത്തിൻ, അതായത് നമ്മൾ തന്നെ നമ്മളെ മനസ്സിനോട് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചില ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുന്നു. അത്രമാണ്. അതായത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും പല സിറ്റുവേഷനിൽ പെട്ടും ലൈഫിൻ്റെ പല സാഹചര്യത്തിൽ കൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമാധാനം ഇല്ലായ്മ അല്ലെങ്കിൽ ആ സമാധാനത്തിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വരാം. എക്സാമ്പിൾ എന്താണ്? സ്നേഹപരമായ കാര്യം, ഇമോഷൻ പരമായ, അല്ലെ? നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ഭാര്യയാവട്ടെ, കുട്ടികളാവട്ടെ, മറ്റുള്ളവരാകട്ടെ. അപ്പം എമോഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ബ്രേക്കേജുകൾ അവിടെ വരുന്നു. അടുത്ത് വരുന്ന എന്താണ്? ജോലിപരമായ കാര്യത്തിൽ, പ്രൊഫഷണലി വരുന്നൊരു കാര്യം. അതായത് നമുക്ക് പല ജോലികളായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു പൂർണ്ണതയിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചിലപ്പോൾ നമുക്കൊരു ഓവർലോഡഡ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത പ്രൊഫഷണലി വരുന്ന ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ അവിടെ വരാം. അടുത്ത് വരുന്നത് ഫിനാൻസ് പരമായ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മളൊരു ഫാമിലി റൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴോ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി ഇഷ്യൂസ് വരാം. പിന്നെ എൻവയൺമെന്റലി പുറത്ത് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെയും വരാം. വാട്ടെവർ ഇറ്റ് ഈസ്, നമുക്ക് ഒരു സമാധാനം ഇല്ലായ്മ അവിടെ ഒരു സംഭവത്തിലോട്ട് വരുന്നൊരു സാഹചര്യം പലപ്പോഴും പലർക്കും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ആദ്യം ചില കാര്യങ്ങൾ നമുക്ക് റിവേഴ്സബിൾ ആണ് എന്ന് പറയുന്നത്. റിവേഴ്സബിൾ എന്താണ്? സോൾവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ എന്താണ്? ആരെങ്കിലും നിങ്ങളൊരു കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ചെയ്ത കാര്യങ്ങൾ ശരിയാകുന്നില്ല, ഒരിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചു, ഇതൊക്കെ നമുക്ക് രണ്ടാമത് തിരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, റിവേഴ്സബിൾ. അതായത് നമുക്കത് കറക്റ്റ് ചെയ്യാം. സെക്കൻഡ് ടൈം അറ്റൻഡ് ചെയ്യുമ്പോഴോ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചനകളുടെ പുറകെ പോകാതിരുന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആലോചന വരട്ടെ, നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. ഇപ്പം ഇങ്ങനെ അതിന് റിവേഴ്സിബിൾ ആക്കാം, അതായത് തിരിച്ചു കൊണ്ടുവരാം. പല സിറ്റുവേഷനിലും നമ്മളങ്ങനെ പെടാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇത് നമ്മൾ ഇത്രയും സമയം നമുക്ക് വറീനെസ്സിലോട്ട് പോയത് ആവശ്യമില്ലാതെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. അതിലൊരു ക്ലാരിറ്റി വരുത്തി നോക്കണം. എങ്ങനെയാണ് അപ്പം ഞാൻ ഇത്രയും സമയം ഞാൻ വിഷമിച്ചത് ശരിയാണ്? അപ്പം അത് അങ്ങനെ നമുക്ക് ആലോചിച്ച് അത് എപ്പോഴെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യമോ മൂന്നാമത്തെ പ്രാവശ്യമോ ഒക്കെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിവേഴ്സിബിളാണ്. നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ അത്രയും വറീനെസ്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്പർ 2 എന്താണ്? അടുത്തൊരു സിറ്റുവേഷൻ ഇറിവേഴ്സിബിൾ. ഇത് ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു അതിശക്തമായ ഒരു ലോസ് നമുക്കിവിടെ സംഭവിച്ചു. അതായത് മെയിൻലി ആണ് ഹ്യൂമൻ ലോസ്. അതായത് നമ്മൾക്ക് അടുത്തുള്ള ബന്ധുക്കൾ നമ്മളെ വിട്ട് പോകുന്നത്, അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തൊരു സംഭവം. അത് ചിലപ്പോൾ നമുക്ക് തിരിച്ച് അതേപോലെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു? ആദ്യം റിവേഴ്സിബിൾ ആണ്. നമുക്ക് ഇൻ കേസ് നമുക്ക് കുറച്ച് പൈസ പോയിരുന്നാൽ കൂടിയിട്ട് നമുക്കത് രണ്ടാമത് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു അഡ്മിഷൻ പോയാൽ കൂടെ ചിലപ്പോൾ നമുക്ക് രണ്ടാമത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു അഡ്മിഷൻ കിട്ടിയില്ല, എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ അത് നമുക്ക് വേറെ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാക്സിമം എല്ലാം റിവേഴ്സിബിൾ തന്നെ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇറിവേഴ്സിബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യത്തിന് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റും. 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. മറ്റേത് സെറ്റിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി. എന്ന് വെച്ചാൽ ബൗണ്ടറി എന്താണ്? നമ്മളിങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഫർദർ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് വേറൊരു സിറ്റുവേഷനിലോട്ട് പോയത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാം. അവിടെ നമ്മളൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്ക് ഇത്ര ദൂരം വിഷമിച്ചാൽ മതി, അപ്പോൾ വഴിയില്ല. കാരണം ഇതൊരിക്കലും ശരിയാവില്ല, എത്ര നോക്കിയിട്ടും ശരിയാവില്ല. അപ്പോൾ നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ടേൺ ഔട്ട് ചെയ്ത് വേറൊരു ആൾട്ടർനേറ്റീവ് വഴി കൂടെ സഞ്ചരിച്ച് കയറി പോകാനേ നമുക്ക് നിവൃത്തിയുള്ള. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുക, ഒരു അക്സെപ്റ്റൻസി അവിടെ തരിക. അക്സെപ്റ്റ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. വേറെ വഴിയില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ആൾട്ടർനേറ്റീവ് വഴി നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റൊന്നുമില്ല. അപ്പം നമ്മൾ ഉൾക്കൊള്ളൽ, ഒരു അക്സെപ്റ്റൻസി, പിന്നെ ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിയിൽ നമ്മൾ നിന്ന് അടുത്തൊരു സിറ്റുവേഷനിലോട്ട് പോകണമെങ്കിൽ അങ്ങ് കയറി പോയിക്കൊണ്ടേയിരുന്ന നമുക്ക് നിലവിലുള്ള കാര്യങ്ങളിലൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ തള്ളപ്പെടാം. അടുത്ത് നമ്മളൊന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തേണ്ടത്
ഒരു ക്ലാരിറ്റിയാണ്. അതായത് നമ്മൾ ചില പ്രശ്നങ്ങളിൽ നമ്മളൊരു ക്ലാരിറ്റി കിട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കൺഫ്യൂഷൻ, ഓവർ കൺഫ്യൂഷൻ, ഒരു കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം നമ്മുടെ വൈബ്രേഷനിലോട്ട് കൊണ്ടുവരാം. മനസ്സിനെ ശാന്തത കെടുത്തുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സമാധാനപരമായി ഇരുന്ന് ഒരു ഒരു ബ്രീത്തിങ് എടുത്ത് ഒന്ന് ശാന്തതപ്പെടുത്തി ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അഡ്വൈസ് തരുന്ന കാര്യത്തിലോട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെ? ഒരു കണക്ടിവിറ്റി, കണക്ഷൻ. അപ്പം നമ്മളിപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്നു, ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക, നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ട്, ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ പെട്ടെന്ന് വിളിക്കുന്നു, അല്ലെ? നിങ്ങൾക്ക് തന്നെ അവിടെ വിളിച്ചിട്ട് നിങ്ങൾ നേരത്തെ നടന്ന നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച്, അതൊക്കെ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അപ്പോഴത്തേക്കും നമുക്ക് നല്ല ഹോർമോൺസ് അവിടെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ആൾറെഡി നമ്മളൊരു കോർട്ടിസോൾ ഹൈ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ടെൻഷൻ കയറിയ സംസാരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഹോർമോൺ, സെറോട്ടോണിൻ പോലത്തെ നല്ല ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളൊരു കണക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടോ കൂട്ടുകാരോടോ മറ്റുള്ള ഗ്രൂപ്പ്സിനോടോ ഒക്കെ തമാശ പറയുകയും ഒക്കെ ചെയ്ത് നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് സംസാരിച്ച് പറഞ്ഞ് സജഷൻ കൊടുത്ത് ഇതെല്ലാം നമുക്ക് തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. വിഷമിക്കരുതെന്ന് പറയുന്നില്ല, വിഷമിച്ചോളൂ, പക്ഷെ അത് ഡ്യൂറേഷൻ ഓഫ് ദ വിഷമം, അതായത് നമ്മുടെ ലെങ്ത് എത്രയും കുറയ്ക്കുന്നു അത് ഏറ്റവും നല്ലത്. അങ്ങനെ കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ വെളിയിൽ വന്ന് സന്തോഷപരമായ ഒരു ലൈഫിലോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.